വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. എത്ര മനോഹരമായിട്ടുണ്ടെന്ന്. ചേട്ടാ ഒന്ന് പതുക്കെ ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചൂടെ? നോക്കിയാ വണ്ടി ഓടിക്കുന്നേ. അല്ല ഇതാരാ? ആരുടെ ഞങ്ങളുടെ വഴിയുന്നത്? ഹലോ ഹാൻഡ്സ് അപ്പ്. തന്നെ ഇനി ആർക്കും ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ല. ആരാണ് നിങ്ങൾക്ക്? പ്ലീസ് ഹെൽപ്പ് ചെയ്യണേ. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണേ പ്ലീസ്. നിങ്ങളെയൊക്കെ ഞാനുണ്ടല്ലോ. താങ്ക് യു. നിങ്ങൾ ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. 200 കോടിയുടെ ഒരു ഫ്ലാറ്റ് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നുള്ള കാര്യം ആ റൗഡികൾ എങ്ങനെയൊക്കെയോ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടാണ് അവരെല്ലാം ഇപ്പോ എന്നെ പിന്തുടർന്ന് വന്നത്. എനിക്ക് എന്റെ രാജ്യത്തേക്ക് തിരിച്ചു പോകണം. എന്റെ പൊന്നു സാറേ, ഇങ്ങനെയുള്ള കള്ളന്മാർ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ഫാക്ടറി കെട്ടിക്കോളൂ. കാരണം ഒരു ഫാക്ടറി കെട്ടിയാൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജോലി ലഭിക്കില്ലേ? അക്കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം. പക്ഷെ എനിക്ക് ആരാണ് പ്രൊട്ടക്ഷൻ തരിക? ദിവസം മുഴുവനും പോലീസിന് എന്റെ അടുത്ത് നിൽക്കാൻ കഴിയില്ലല്ലോ. സോറി. 24 മണിക്കൂർ നേരം ഈ നാട്ടിൽ എന്റെ ജീവന് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു നല്ല ഗാർഡിനെ കിട്ടുന്നത് വരെയും ഞാൻ ഇവിടെ ഫാക്ടറി കിട്ടുന്ന പ്രശ്നമേ ഇല്ല. അതെ വലിയേട്ടാ, നിങ്ങൾക്ക് അദ്ദേഹത്തിന് വല്ല ഗാഡ്ജറ്റും റെഡിയാക്കി കൊടുക്കാൻ പറ്റുമോ? 24 മണിക്കൂറും അത് അദ്ദേഹത്തിന് സേഫ് ആയിരിക്കണം. ചേട്ടാ എന്റെ ചെങ്കേറ്റ് ബ്രോ, നീ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ അദ്ദേഹത്തിന് ഒരു അടിപൊളി ഗാഡ്ജറ്റ് കൊടുക്കാം. അത് അദ്ദേഹത്തിന്റെ അടുത്തുണ്ടെങ്കിൽ ആർക്കും അദ്ദേഹത്തെ തൊടാൻ പോലും കഴിയില്ല. ഇതൊക്കെ പോയി. ഇതാണ് റോബോട്ടിക് സ്നേക്. നിങ്ങളെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നാ ഉടൻ തന്നെ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഈ സ്നേക് അവന്മാരെ വിടാതെ അവരെയൊക്കെ ഒരു വഴിയാക്കും. ഇത് വെച്ചോളൂ. ഇത് എന്റെ മേലെ തന്നെ ചെക്ക് ചെയ്യണോ? റോബോട്ടിക് സ്നേക് ഗാർഡോ? വാവ്, താങ്കൾ ഒരു വലിയ സയന്റിസ്റ്റ് ആണ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്കൾ എന്റെ ഈ വിസിറ്റിംഗ് കാർഡ് വെച്ചോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോൺ ചെയ്താൽ മതി. ബൈ. ശരി, ബൈ ബൈ. ഓളിക്കടത്തല്ല, കാർഡിൽ അദ്ദേഹത്തിന്റെ പേരൊന്ന് വായിച്ചു നോക്കൂ. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞേ ഇല്ല. അദ്ദേഹം കാര്യം കഴിഞ്ഞപ്പോ താങ്ക്സ് പറഞ്ഞ് ഓടിപ്പോയി കളഞ്ഞല്ലോ. അവന്റെ പേരാണ് കോപ്പടി. അവൻ കോപ്പടിയാണ്. ഗാഡ്ജറ്റും കൊണ്ടുപോയി. അവിടെ മോട്ടുപത്ലു, എങ്ങനെയുണ്ടായിരുന്നു കോപ്പടിയുടെ ഈ കോമഡി വേഷം? നിങ്ങളെങ്ങാനും എന്റെ അടുത്ത് വരാൻ ശ്രമിച്ചാൽ എന്റെ ഈ സ്നേക് ഗാർഡ്സ് നിങ്ങൾക്ക് നല്ല 8ന്റെ പണി തരും. ബൈ ബൈ. കോപ്പടി, നിന്നെ ഞങ്ങൾ പോകാൻ അനുവദിക്കില്ല. അല്ലേ, ഈ കാറിന്റെ പുറകെ തൂങ്ങി പറന്നോണ്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ? ആരാണ് ഇവന്മാര്? നമ്മൾ പുറകെ വരികയാണല്ലേ? ഇവർക്കുള്ള പണി ഞാൻ ഇപ്പൊ കൊടുക്കാം. അതെ സഹോദരന്മാരെ, ഇത് നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കിക്കേ. അമർത്തട്ടെ, ഞാൻ ഈ ബട്ടൺ അമർത്തട്ടെ. പറയൂ, അമർത്തട്ടെ. അയ്യോ വേണ്ട, ബട്ടൺ അമർത്തരുത്. അല്ലെങ്കിൽ തന്നെ ഇവിടെ തൂങ്ങിക്കിടന്ന് ഞങ്ങൾക്കൊന്നും സാധിക്കുന്നില്ല. ഇനി പാമ്പ് കൂടെ കൊത്തിയാ. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ടല്ലേ, ഇതൂടെ പിടിച്ചോ.
നമ്മളെയൊക്കെ വിഡ്ഢിയാക്കി കളഞ്ഞത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല. ആ, 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 സുഖമാണോ? ആ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്തൊരു വലിയ ജുവലറി ഉണ്ട്. അവിടുന്ന് കുറച്ച് സ്വർണ്ണങ്ങൾ മോഷ്ടിച്ചാലോ എന്ന് ആലോചിക്കുക. എന്തു പറയുന്നു? താരെന്നെ തെറ്റിദ്ധരിക്കില്ല എന്ന് എനിക്ക് അറിയാം. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല. പിന്നെ ഞാൻ നിന്നെ അഴുക്ക് തുണി അലക്കി പിഴിയുന്നത് പോലെ അലക്കി പിഴിഞ്ഞിടും. ഇങ്ങനെ 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 ഇങ്ങനെ. അതേ മോട്ടോ, നീ എന്താ ഞങ്ങളൊരു പരുവത്തിലാക്കിയല്ലോ. വരൂ, വേഗം വരൂ. നമുക്ക് ഉടൻ തന്നെ അവനെ പിടിക്കണം. വേഗം വാ. ആക്ച്വലി ഈ സീൻ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. ഉള്ളിൽ സീരിയസ് ആയിട്ടൊരു ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ നടക്കുന്നത് കോമഡിയാണ്. ലൈഫിൽ കുറച്ച് കോമഡിയും വേണമല്ലോ. കം ഓൺ മൈ ബോഡി ഗാർഡ്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. സ്വപ്നത്തിൽ പോലും എന്നെ മറക്കരുത്. ബൈ ബൈ. വരുന്നുണ്ട്. അത് ശരി, നിങ്ങൾ ഇവിടെയും എത്തിയോ? അങ്ങോട്ട് വന്നട്ടെ. അവരെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ബോസ് അങ്ങോട്ട് നോക്കി. എന്റെ പണി തീർന്നു. നമ്മുടെ പ്രസിഡന്റ് വരികയാണ്. താജ് ഹോട്ടലിലാണ് അദ്ദേഹം താമസിക്കുന്നത്. എന്നാൽ കോപ്പടി എന്നു പേരുള്ള ഒരുത്തൻ അദ്ദേഹത്തോട് ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തെ അവൻ അവിടെ നിന്നും തട്ടിക്കൊണ്ടു പോകുമെന്ന്. നഗരത്തിലുള്ള എല്ലാ ജനങ്ങളും ഇവന്റെ ശല്യം അനുഭവിക്കുന്നു. അവനെ എതിർക്കുന്നവരെല്ലാം അവൻ കരണ്ട് കൊണ്ട് ഷോക്ക് അടിച്ചാണ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ പിടിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഇനി അവനെ വെറുതെ വിടാൻ പാടില്ല. ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ഞാൻ അവനെ വെറുതെ വിടില്ല. ഏയ്, ഹലോ മിസ്റ്റർ പ്രസിഡന്റ്, എന്റെ കാറ് അവിടെ നിൽപ്പുണ്ട്. സാറ് എന്റെ കാറിൽ കയറുന്നോ അതോ സാറിന്റെ കാറിൽ പോകാമെന്നോ? എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി. ഒരിക്കലും മിസ്റ്റർ പ്രസിഡന്റിനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി നിന്റെ ഊഴമാണ്. അതെ, നീ ഇപ്രാവശ്യം കുറച്ച് കൂടുതലാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ക്ഷമ തെറ്റിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾ ക്ഷമിക്കില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്തേക്ക് വാ. ഞാൻ നിങ്ങൾക്ക് നല്ല ഷോക്ക് തരാം. എഴുന്നേക്ക്, എഴുന്നേക്ക് എന്റെ കൂട്ടുകാരാ, എഴുന്നേക്കാൻ. കോപ്പടി, എന്റെ കൂട്ടുകാരന് വല്ലതും സംഭവിച്ചാലുണ്ടല്ലോ ഞാൻ നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല. പത്തലു, എഴുന്നേക്ക്, എഴുന്നേക്ക്. കോപ്പടി, നീ എന്റെ കൂട്ടുകാരനെ ഈ അവസ്ഥയിലാക്കി. ഇനി ഒരിക്കലും നിനക്ക് നിന്റെ പാമ്പിനെ കൊണ്ട് എന്നെ തടയാനാവില്ല. അങ്ങനെയാണോ? എങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത് അപ്പിടിച്ചോളൂ. കോപ്പടി, ഇന്ന് നീ എന്ത് തന്നെ ചെയ്താലും ഞാൻ നിന്നെ ഒരു നല്ല പാഠം പഠിപ്പിക്കാതെ വിടില്ലടാ. നീ എന്റെ കൂട്ടുകാരനെയാണ് കിടത്തിക്കളഞ്ഞത്. പൊളിച്ചെടുത്തല്ല മോട്ടോ, അവിടുന്ന് വേഗം രക്ഷപ്പെടേ. ചേട്ടാ, എന്റെ ചങ്ക, എന്റെ പ്രൊമോട്ടു, ഞാൻ പറയുന്നത് കേൾക്ക്. അത്ര കറണ്ട് ഷോക്ക് മേടിക്കല്ലേ. നിന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് വന്നേക്ക്. മോട്ടോ, മറന്നേ. നീ പൊളിച്ചു എന്റെ ചങ്ക, എന്റെ ബ്രോ. ഇനി പ്രശ്നങ്ങളൊക്കെ തീർന്നു. ആ സ്നേക്സിന്റെ ബാറ്ററി കാലിയായിന്നാ തോന്നുന്നത്. അടിപൊളി. അയ്യോ, സോറി. അയ്യോ മോട്ടു, നീ എന്നോട് ക്ഷമിക്കണം പ്ലീസ്.
ഞാൻ ഇതൊക്കെ വെറും തമാശക്ക് കാണിച്ചതല്ലേ. ഐ വാസ് ടെസ്റ്റിംഗ് ദി സ്നേക്ക്. സോറി. ചേട്ടാ, അങ്ങനെ അവസാനം എന്റെ ഗാഡ്ജറ്റ് എനിക്ക് തന്നെ തിരിച്ചു കിട്ടി. ഓക്കെ ആണോ? അതെ മോട്ടു, ഞാൻ ഓക്കെ ആണ്. എന്നാ ഒന്ന് കെട്ടിപ്പിടിക്കോ. മോട്ടു, മോട്ടു, എന്നെ വിട്ടേക്ക്. സോറി, വെരി സോറി പത്തലു. താങ്ക് യു മോട്ടു, നിങ്ങൾ എന്റെ ജീവൻ രക്ഷപ്പെടുത്തി. ഇന്നത്തെ ഡിന്നർ നമ്മൾക്ക് ഒരുമിച്ച് കഴിക്കാം. സോറി സോറി സർ, വെരി സോറി. തെറ്റ് പറ്റിപ്പോയി. ഇനിയും ഒരുപാട് കരണ്ട് എന്റെ ശരീരത്തിനകത്തുണ്ട് സാറേ. സാറിനറിയോ? ഞങ്ങളുടെ പ്രസിഡന്റിനെ പിടിക്കാൻ വന്നതാ അല്ലേ? ഇനി വാ, ജയിലിൽ പോയിട്ട് നമുക്ക് കുറെ കരണ്ട് തിന്നാം. എല്ലാവരും വരൂ, നമുക്ക് കറങ്ങി നോക്കിട്ട് വരാം. അടിപൊളി സ്ഥലം അല്ലേ? മനോഹരമായ സ്ഥലമല്ലേ? വെരി നൈസ്. കൊള്ളാലോ, ഫൈറ്റിംഗ് ഷോ നടക്കാൻ പോവാണല്ലോ. എനിക്കിത് കണ്ടേ പറ്റൂ. എനിക്കിത് കാണണം. എന്റെ മോട്ടു, നമ്മള് ഹവാ മഹൽ കാണാനാ പോകുന്നത്. അല്ലാതെ ഈ സമയത്ത് ഇനി ഫൈറ്റ് ഒന്നും കാണാനുള്ള സമയമില്ല. എനിക്ക് രണ്ടും കാണണം. എന്റെ മോട്ടു, നിനക്ക് ഞങ്ങളെ ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ തനിച്ചു പോയി ഫൈറ്റ് കാണാലോ. ചേടാ, മോട്ടു മോട്ടു മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇങ്ങനെ കരയരുത്. നിനക്ക് ഞാനില്ലേ, ഞാൻ എന്തെങ്കിലും ഒരു ഐഡിയ ചെയ്യാന്നേ. കണ്ടില്ലേ മോട്ടു, ഇതെന്റെ പുതിയ കണ്ടുപിടുത്താണ്, ക്ലോണിംഗ് ക്യാമറ. എന്റെ ചങ്ക, എന്റെ ബ്രോ, ഞാനിപ്പോ നിന്നെ ഫോട്ടോ എടുക്കാൻ പോവുക. അതിനുശേഷം നിന്റെ ക്ലോൺ പുറത്തേക്ക് വരും. ആ ക്ലോൺ ഫൈറ്റ് ഷോ കാണാൻ വേണ്ടി പോകും. അത് ഫൈറ്റ് ഷോയിൽ എന്തൊക്കെ കണ്ടാലും നിനക്ക് ഈ മൊബൈൽ സ്ക്രീനിൽ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. എങ്ങനെയുണ്ട് എന്റെ ചങ്ക, എന്റെ ബ്രോ? പൊളിച്ചേ. താങ്ക് യു വലിയേട്ടാ. ക്ലോണ് പുറത്തെടുക്ക്. ഓടിച്ചെടുത്തല്ല. ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, ക്ലോൺ മോനെ, നീ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗ് കോമ്പറ്റീഷൻ പോയി കാണ്. റെസ്ലിംഗ് കണ്ടു കഴിഞ്ഞതും ഹവായ് മഹലിലേക്ക് വന്നാൽ മതി. അതെ, അതൊക്കെ ശരി. പക്ഷെ പണം എടുക്ക്. ഹവാ മഹൽ വരെ വരാനുള്ളതല്ലേ? തരാം ക്ലോൺ മോനെ. നീ ക്യാമറ ഒന്ന് പിടിക്കാവോ? ഇന്നാ പോയി കണ്ട് എൻജോയ് ചെയ്യേ. അടിപൊളി, നമുക്ക് പോകാം. താരാസിംഗിന്റെ മുമ്പിൽ നിന്ന് ആരാ ജയിക്കാൻ പോണെന്ന് നമുക്ക് നോക്കാം. ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത്. കൊള്ളാം കൊള്ളാം. എന്തൊരു ഫൈറ്റാണ് നടക്കുന്നത്, എന്തൊരു ഫൈറ്റാണ് നടക്കുന്നത്. അടിപൊളി അടിപൊളി. മോട്ടുവിനെ സമാധാനിപ്പിക്കാൻ ക്ലോണിംഗ് ചെയ്തത് നന്നായി. പക്ഷെ ഇനിയിപ്പോ നിങ്ങൾ അവനെ എങ്ങനെയാ ശരിയാക്കുക? ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, ആ ക്ലോൺ തിരിച്ചു വന്നതും മോട്ടുവിനെ ഒന്ന് തൊട്ടാൽ മതി. അവൻ മോട്ടുവിന്റെ ഉള്ളിലേക്ക് തന്നെ പോയി കളയും. പിന്നെ അതേ ക്യാമറ കൊണ്ട് വീണ്ടും അവനെ ഫോട്ടോ എടുത്താൽ അവൻ വീണ്ടും ക്യാമറയുടെ അകത്തേക്ക് പോയി കളയും. എല്ലാം നോർമൽ ആയിട്ട് മാറും. അതെ,
പൊളിച്ചെടുത്തല്ലോ. ഈ ക്യാമറ എന്ന് വെച്ചാ ഏത് ക്യാമറയെ കുറിച്ചാ പറയുന്നത്? കൊള്ളാം. ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ, ദാ ഈ ക്യാമറ തന്നെ. അയ്യോ എന്റെ ചങ്കേന്റെ ബ്രോ, ക്യാമറ ഞാൻ ക്ലോണിന്റെ അടുത്ത് തന്നെ കൊടുത്തിട്ട് വന്നു. അത് തിരിച്ചു മേടിക്കാൻ ഞാൻ മറന്നുപോയല്ലോ. ഈ ക്യാമറ വലിയ പ്രശ്നമാകുമെന്നാ തോന്നുന്നത്. എന്റെ ഡോക്ടർ ജഡ്ക, എന്താ ഇത്? നിങ്ങൾ കണ്ടുപിടിക്കുന്ന സാധനങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണല്ലേ? ഒരു നോർമൽ ഗാഡ്ജറ്റ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ? എന്നാലിപ്പോ ഒന്ന് പറഞ്ഞു തൊലയ്ക്ക, ഇതിൽ എന്താ പ്രശ്നമുള്ളതെന്ന്. അത് നിന്നോട് ഞാൻ എങ്ങനെ പറയും പത്ലു? എന്തായാലും ഞാൻ തന്നെ പറയണ്ടേ. ആ ക്ലോൺ ആ ക്യാമറ വെച്ച് ആരെങ്കിലും ഫോട്ടോ എടുത്താൽ അവരും ക്ലോൺ ആയിട്ട് മാറും. പക്ഷെ അത് ഭയങ്കര ഭീകരമായിരിക്കും. ഡേഞ്ചറസ് ആയ ക്ലോൺ ആയിട്ട് മാറും. അതുമല്ലാതെ ക്ലോണിന് വല്ല പ്രശ്നവും വന്നാൽ അത് നമ്മുടെ മോട്ടുവിനെ തന്നെ അഫക്ട് ചെയ്യും. അതായത് അവന്റെ പെയിൻ നമ്മുടെ മോട്ടുവിനായിരിക്കും. എന്തൊരു ഫൈറ്റ് ആണ്, എന്തൊരു ഇടിയാണ്. എന്തായാലും ഒരു ഫോട്ടോ എടുത്ത് കളയാം. അല്ല എന്ത് പറ്റി ഈ ഫയൽമാന്? എന്താ സംഭവിക്കുന്നത്? ഇവിടെ എന്താ സംഭവിക്കുന്നത്? അയ്യോ ഓടിക്കോ. അങ്കിൾ അങ്കിൾ, എങ്ങനെയാ ഞാൻ ജമ്പ് ചെയ്തത്? അതെ, ഞാൻ ജമ്പ് ചെയ്തതൊന്നുമല്ല. ആരാ എന്നെ തല്ലിയത്? ഒരൊന്നൊന്നര ഇടിയായിരുന്നു കൂട്ടുകാരെ. ചേട്ടാ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ പ്രശ്നം വന്നല്ലോ. ആ ക്ലോൺ ആരെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. വേണ്ട, രക്ഷപ്പെട്ടോ ഇവിടുന്ന്. ഭൂതം, ഭൂതം എന്നെ കാറ്റത്ത് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ രക്ഷിക്കും പത്ലു. അയ്യോ എനിക്ക് വയ്യേ. എന്റെ പൊന്നു ഡോക്ടർ ജഡ്ക, എന്തൊക്കെയായി സംഭവിക്കുന്നത്? ചേട്ടാ നിക്കേന്റെ ബ്രോ, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ, ആ ക്ലോണി താരാസ് ഇങ്ങനെ ഫോട്ടോ എടുത്തെന്നാ തോന്നുന്നത്. അതുകൊണ്ടാ അവനിപ്പോ മോട്ടുവിനെ തല്ലുന്നത്. ഇപ്പൊ മോട്ടുവിനെ ആര് രക്ഷിക്കും? എന്റെ ചങ്കേന്റെ ബ്രോ. എന്നെ വിട്ടേക്ക്. അയ്യോ, എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. രക്ഷപ്പെട്ടോ. എനിക്ക് ക്ലോണൊന്നും ആവണ്ടേ. എന്നെ രക്ഷിക്കൂ. ഡോക്ടർ ജഡ്ക, മോട്ടുവിന്റെ ക്ലോൺ മോട്ടുവിനകത്തേക്ക് പോയി. പക്ഷെ നമ്മളിപ്പോ ഇവനെ എന്താ ചെയ്യാ? ഇനിയിപ്പോ ആരാ വന്നിരിക്കുന്നത്? ഇയാൾ എന്തായി ചെയ്യണേ? ഭാരതമാതാവാണ് സത്യം. കമാൻ ചാർജ്. വരുന്നു സാർ. കുടിക്കാൻ ഇനിയും ഇളനീർ വേണോ സാറേ? എന്റെ അമ്മ. ഡോക്ടർ ജഡ്ക വേഗം പോയി ആ ക്യാമറ എടുക്ക്. ഈ കാലമാന്റെ ഫോട്ടോ ഒന്ന് എടുക്കാം. ഇപ്പൊ തന്നെ ഞാൻ ചെയ്തേക്കാന്നേ. ഞാനിപ്പൊ തന്നെ അവന്റെ ഫോട്ടോ എടുത്തേക്കാം. അപ്പോൾ അവൻ ഈ ക്യാമറയുടെ അകത്തേക്ക് പോയേക്കും. ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ, തീർച്ചയായും അവൻ ക്യാമറയുടെ അകത്തേക്ക് പോകും. അല്ല, അവൻ എവിടേക്കാ പോയത്? ഇവിടെ പോയി.
അയ്യോ പത്ലു, നീ എന്തായി ചെയ്തു വെച്ചിരിക്കുന്നത്? ഒരുത്തനെ കൊണ്ടുതന്നെ നമുക്ക് പ്രശ്നങ്ങൾ താങ്ങാൻ വയ്യ. ഇപ്പോൾ ഈ രണ്ടുപേരെയും കൂടി വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാ? എന്റെ ഡോക്ടർ ചക്ക, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് യാതൊരു പിടി ഉണ്ടായിരുന്നില്ല. അതെ, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട് നിനക്ക് മൂന്ന് ക്ലോണുകള്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എങ്ങനെയാ ചെയ്യാ? ഐഡിയ മോട്ടു, സമൂസ കഴിച്ചിട്ട് നീ പണി തുടങ്ങിക്കോ. നീ സമൂസ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ലോണിനും നിന്റെ മുന്നിൽ നിൽക്കാനാവില്ല. ഉറപ്പാ? ശരിയാണ് പറഞ്ഞത്. എവിടെയുണ്ട് സമൂസേ? ഇനി നിങ്ങളെല്ലാവരും വരണടാ. അടിക്കവനെ. പൊളിക്കട്ടല്ലോ, ക്യാമറ തയ്യാറാക്കി വെക്കണ്ട, അവന്മാര് ഇപ്പൊ താഴേക്കെത്തും. ആദ്യം വരുന്നത് എന്റെ ക്ലോണാണ്. നീ അകത്തേക്ക് പോ. ഇത് എന്റെ ക്ലോണല്ലോ. കലക്കി മോട്ടു. നിന്നെ വെറുതെ വിടില്ല. ഇപ്പൊ എന്താ ചെയ്യാ? അല്ല, എല്ലാം ശരിയായോ? ഞാൻ ക്ലോൺസ് തിരിച്ചു വരില്ലല്ലോ അല്ലേ? എടാ എന്റെ ചങ്ക, എന്റെ ബ്രോ, അതൊന്നും തിരിച്ചു വരില്ലെന്നേ. പക്ഷെ നമ്മൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പുറപ്പെടണം. ഞാൻ ഈ ക്യാമറയുടെ ബാറ്ററി ഊരിയേക്കാം, അതാണ് നല്ലത്. എന്താ സംഭവിച്ചേ ഇപ്പോ? അതെ, ഇതൊരു വലിയ കഥയാണെന്നേ. അതൊക്കെ പിന്നീട് നിങ്ങളോട് പറയാം. ഇപ്പൊ കൂട്ടുകാരെ, ഇവിടുന്ന് രക്ഷപ്പെട്ടോ. Watch India's largest kids library only on Jio Hotstar. Download the app now.